അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ് തുടങ്ങാണ്. ഇതൊരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് പാരാബോളിക് ഷേപ്പ് ഈസ് എ ഫ്യൂണിക്കുലർ ഷേപ്പ് ഫോർ എ 3-hinged ആർച്ച് സബ്ജക്റ്റഡ് ടു UDL. അപ്പോൾ ഫ്യൂണിക്കുലർ ഷേപ്പ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഫ്യൂണിക്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നവരാണ് ഫ്യൂണിക്കുലർ സ്ട്രക്ചേഴ്സ്. അപ്പം 3-hinged പാരാബോളിക് ആർച്ച് അത് നമുക്ക് ആദ്യം വരയ്ക്കാം. 3-hinged പാരാബോളിക് ആർച്ച് സപ്പോർട്ട്സ് ആയിട്ട് ഞാൻ വരയ്ക്കുന്നില്ല, ഹിഞ്ച് വരച്ച് കാണിക്കുകയാണ്. ഇത് എ എന്ന് പറയുന്ന സപ്പോർട്ട്, ഇവിടെ ബി, ഇത് തേർഡ് ഹിഞ്ച് സി. അപ്പം അതിനകത്ത് UDL വരുന്നത് ഇങ്ങനെയാണ് വരച്ച് കാണിക്കാൻ. UDL ഓഫ് ഇൻറ്റൻസിറ്റി W/മീറ്റർ. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻ VA, ദെൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ H, ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ H, ദെൻ VB. ഇനി നമ്മളെന്താ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. VAയും VBയും കണ്ടുപിടിക്കണം. VAയും VBയും ഇവിടുത്തെ ടോട്ടൽ ലോഡെന്ന് പറയുന്നത് സിമെട്രിക് ഷേപ്പാണ്. ലോഡ് സിമെട്രിക്കലാണ്, അതായത് സിക്ക് അബൌട്ടായിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ടൈപ്പ് ലോഡാണ്. അപ്പം VAയും VBയും സെയിം ആയിരിക്കും. ടോട്ടൽ ലോഡെന്ന് പറയുന്നത്, ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് L എന്ന് പറയുന്ന ലെങ്ത് ആണെങ്കിൽ ടോട്ടൽ ലോഡ് W/L വരും. അപ്പോൾ ടോട്ടൽ ലോഡ് WL വരും. അതിൻ്റെ ഹാഫ് ആയിരിക്കും രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസും, WL/2. ഇനി നമുക്കറിയാം കേബിളിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പരാബോളിക് ഷേപ്പ് വരും UDL ആക്ട് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം കേബിളിനകത്ത് വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ WL²/8H സെയിം റിയാക്ഷൻ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ തേർഡ് ഹിഞ്ചിന് അബൌട്ട് മൊമെൻ്റ് എടുത്ത് നോക്കിയാൽ മതി. ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൊമെൻ്റ് ഇക്വേഷൻ എഴുതി മൊമെൻ്റ് എടുത്ത് നോക്കുക. അപ്പം Hൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y. ആ Yക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. Yയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ 4HX × L-X/L². Yയുടെ ഇക്വേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്. അപ്പം ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടുന്നത് പാരാബോളിക് ആർച്ച് ഫ്യൂണിക്കുലർ സ്ട്രക്ചർ ആണെന്ന് പ്രൂവ് ചെയ്യണം ഫോർ UDL. അപ്പം ഒരു സെക്ഷൻ എടുക്കുകയാണ് അറ്റ് എ ഡിസ്റ്റൻസ് X. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ് Xൽ. ഈ X ഡിസ്റ്റൻസ് മാറിയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ Y എന്ന് വിളിച്ചു. ഇത് H ആണ്. അപ്പം X ഡിസ്റ്റൻസ് മാറിയുള്ള വെർട്ടിക്കൽ ഓർഡിനേറ്റിനെ Y എന്ന് വിളിച്ചു. അപ്പം Yയുടെ ഇക്വേഷൻ അറിയാം, ഇതാണ്. ഇനി ഈ പോയിൻറ്റ് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലേക്ക്. മൊമെൻ്റ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? VAയുടെ മൊമെൻ്റ് വരും, ഈ H എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ മൊമെൻ്റ് വരും, ഇത്രയും പോർഷനുള്ള UDLൻ്റെ മൊമെൻ്റ് വരും. ആ മൊമെൻ്റ് ഇക്വേഷൻ ഒന്ന് എഴുതാം. അപ്പം മൊമെൻ്റ് ഇക്വേഷൻ അബൌട്ട് ദ സെക്ഷൻ X ഈക്വൽ ടു, അതായത് VAയുടെ മൊമെൻ്റ്, VA എന്ന് പറയുന്നത് WL/2 VA × X, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ഇത് ലൈൻ ഓഫ് ആക്ഷൻ, ഈ ഡിസ്റ്റൻസ് X. ഇനി ഈ പോയിൻറ്റ് അബൌട്ടായിട്ട് Hൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് വരും, അതുകൊണ്ട് തന്നെ മൈനസിന് എൻ്റർ ചെയ്യാണ്. അപ്പോൾ Hൻ്റെ വാല്യൂ അറിയാം, അത് ഞാൻ H × Y എന്ന് തന്നെ എഴുതാം. H ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈ Y. ദെൻ ഇത്രയും പോർഷനിലെ UDLൻ്റെ മൊമെൻ്റ്, അതായത് -WX²/2 ആണല്ലോ അത് വരുന്നത്. W/X എന്ന് പറയുമ്പോൾ ടോട്ടൽ ലോഡ് വരും. ആ X/2ലാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് WX × X/2, WX²/2. നോക്കാം. WLX/2 മൈനസ് Hൻ്റെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. WL²/8H × Yയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. 4HX/L² × L-X എന്ന് വരും. അതിനകത്തുനിന്ന് 8ഉം 4ഉം കൂടെ വിട്ട് 2 എന്ന് എഴുതാം. H ക്യാൻസലാവും, L² ക്യാൻസലാവും. ദെൻ മൈനസ് WX²/2. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? WLX/2 മൈനസ്, ഇതിനകത്ത് ബാക്കിയുള്ള എന്താ, W/2 കൊണ്ട് L-X വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പം ആദ്യം L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം W/2 × ഈ ഒരു Xും കൂടെ ഉണ്ട്. അപ്പം W/2 × X കോമൺ ആണ്, WX/2. ദെൻ ഈ ബ്രാക്കറ്റിനകത്ത് L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ L ആയി. ഇത്രയും ടൈമിന് തന്നെ ബ്രാക്കറ്റിനകത്തേക്ക് X വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ മൈനസും ചേർന്ന് പ്ലസ് WX²/2. ഇവിടെ ഒരു മൈനസ് WX²/2. അപ്പം WLX/2 പ്ലസ് WLX/2
മൈനസ് ഡബ്ല്യു എൽ എക്സ് ബൈ ടു ക്യാൻസലായി, ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ക്യാൻസലായി, ആൻസർ 0 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഇന്നൊരു ഡിസ്റ്റൻസ് അല്ല, 2 മീറ്ററിനോ 3 മീറ്ററിനോ പറഞ്ഞല്ല എടുത്ത്, എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരുന്നാലും ശരി, എക്സിൻ്റെ വാല്യൂ എത്ര വരെ ആവും? 0 to L വരെ ആവാം. അപ്പോൾ ആ 0 to L, അതായത് ആർച്ചിൻ്റെ ഫുൾ സ്പാനിൽ എവിടെ ഏത് പൊസിഷൻ എടുത്താലും ശരി ബെൻഡിങ് മൊമെൻറ്റ് 0 കിട്ടും. അപ്പം അതാണ് അതിൻ്റെ പ്രൂഫ്. പാരാബോളിക് ആർച്ച് സബ്ജക്റ്റഡ് ടു UDL എന്ന് പറയുന്ന ഫ്യൂണിക്കുലർ ഷേപ്പാണെന്ന് പ്രൂവ് ചെയ്തത് ഒരിക്കൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അടുത്തായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3 hinged പാരാബോളിക് ആർച്ചിൻ്റെ പ്രോബ്ലമാണ്. ഇതിനകത്ത് ആർച്ചിൻ്റെ രണ്ട് എൻഡിലും ഡിഫറെൻറ്റ് ലെവൽസിലാണ്. H1 എന്ന് പറയുന്നത് 5 മീറ്റർ, ദെൻ H2 എന്ന് പറയുന്നത് 3 മീറ്റർ. ഈ L1 L2 ലെങ്ത് നമ്മൾ കേബിളിനകത്ത് കണ്ടുപിടിച്ച് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ലോഡിങ് കൊടുത്തിട്ടുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം, നോർമൽ ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ ഫോഴ്സ് ഡെവലപ്ഡ് അറ്റ് എ സെക്ഷൻ 15 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പം ടോട്ടൽ 40 മീറ്റർ ഉണ്ട്. ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 15 മീറ്റർ മാറിയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റും റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും കണ്ടുപിടിക്കണം. ഈ ഹൈറ്റ് രണ്ട് ഹൈറ്റാണ്. സിയിൽ നിന്ന് എ വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് 5 മീറ്ററും സിയിൽ നിന്ന് ബി വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് 3 മീറ്ററും. ദെൻ ഈ L1 L2 എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ VA VB കണ്ടുപിടിക്കണം, ദെൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം VA VB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ബീമിനകത്ത് വരുന്ന ലോഡിംഗ് ആണ് അസ്യൂം ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പം VA പ്ലസ് VB ടോട്ടൽ ലോഡ്, ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് VA പ്ലസ് VB വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പോൾ ടോട്ടൽ ലോഡ് വരുന്നത് എത്രയാണ്? 300 ഇൻറ്റു 300 അല്ല 30 ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ലെഫ്റ്റ് സ്പാനിൽ മാത്രമേ ഉള്ളൂ, അതായത് A മുതൽ C വരെയുള്ള ഡിസ്റ്റൻസിൽ മാത്രമേ അത് ആക്ട് ചെയ്യുന്നുള്ളൂ. അതിനെ L1 എന്ന് വിളിച്ചു, L1. അപ്പോൾ നമുക്ക് L1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പാരാബോളിക് കേബിളിനകത്ത് പഠിച്ച സെയിം ഇക്വേഷനാണ്. ടോട്ടൽ ലെങ്ത് ഇൻറ്റു റൂട്ട് H1 ഡിവൈഡഡ് ബൈ റൂട്ട് H1 പ്ലസ് റൂട്ട് H2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ H1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? H1ൻ്റെ വാല്യൂ 5 മീറ്റർ, H2ൻ്റെ വാല്യൂ 3 മീറ്റർ. H1 ഈക്വൽ ടു 5 മീറ്റർ, H2 ഈക്വൽ ടു 3 മീറ്റർ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? L ഈക്വൽ ടു ടോട്ടൽ സ്പാൻ 40 മീറ്റർ. അപ്പം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. L1 ഈക്വൽ ടു 22.54 മീറ്റർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ L2ൻ്റെ വാല്യൂ എത്ര? ടോട്ടൽ എന്ന് പറയുന്നത് 40 മീറ്ററാണ്. അതിനകത്തുനിന്ന് L1 മൈനസ് ചെയ്യുമ്പം L2ൻ്റെ വാല്യൂ കിട്ടും 17.46 മീറ്റർ. അപ്പോൾ L1 L2 കിട്ടി. അപ്പം ലെഫ്റ്റ് സ്പാനിൽ മാത്രമേ UDL ഉള്ളൂ, അതുകൊണ്ട് UDL ആക്ട് ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് L1 ഇൻറ്റു 30. അപ്പോൾ L1ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 22.54 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 22.54. അപ്പം VA പ്ലസ് VBയുടെ വാല്യൂ കിട്ടും. ഇനി H കണ്ടുപിടിക്കണം. H കണ്ടുപിടിക്കാൻ എളുപ്പം. സിന്ന് റൈറ്റിലേക്ക് മൂവ്മെൻ്റ് എടുക്കുന്നത്, ലെഫ്റ്റിലേക്ക് മൂവ്മെൻ്റ് എടുത്ത് UDLും കൂടെ പരിഗണിക്കേണ്ടി വരും. റൈറ്റിലേക്ക് മൂവ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ VBയും Hഉം മാത്രം എടുത്താൽ മതി. അപ്പോൾ റൈറ്റിലേക്ക് മൂവ്മെൻ്റ് എടുക്കുമ്പോൾ ഏതാ? VB ഇൻറ്റു ആ VBയുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസാണ് മൊമെൻറ്റിൻ്റെ ലിവർ ആം എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ദെൻ VB ഇൻറ്റു ആ ലെങ്ത് എന്ന് പറയുന്നത് L2, അതായത് 17.46. ദെൻ Hൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പം ഇതാണ് Hൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇതാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ മൈനസ് H ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. VB ഇൻറ്റു ദിസ് ലെങ്ത് ഈക്വൽ ടു H ഇൻറ്റു 3. അപ്പോൾ നമുക്ക് VB ആക്ച്വലി കണ്ടുപിടിച്ചിട്ടില്ല. VB കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ H കിട്ടും. അപ്പോൾ VB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Aക്ക് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. ഇക്വിലിബ്രിയം ഇക്വേഷൻ MA ഈക്വൽ ടു 0. അപ്പം Aക്ക് അബൌട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് വേണം? VB വേണം. ദെൻ ഈ Hൻ്റെ മൊമെൻറ്റും കൂടെ വരും. നമ്മൾ സാധാരണ കേസിൽ രണ്ടും സെയിം ലെവലിലായിരിക്കുന്ന കേസിൽ Hൻ്റെ മൊമെൻറ്റ് വരില്ലായിരുന്നു. കാരണം രണ്ട് സെയിം ലെവലായിരിക്കുമ്പം H ആണ്ട് ഏകദേശം ഇവിടെ വരും. അപ്പോൾ Hൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ A കൂടെ തന്നെ പാസ് ചെയ്യും. ഈ കേസിൽ അങ്ങനെയല്ല.
എച്ചിൻ്റെ ഇക്വേഷൻ കൂടെ എഴുതിയാലേ നമുക്ക് വി ബി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം എച്ചിൻ്റെ ഉള്ള ഒരു ഇക്വേഷൻ ഇത് കിട്ടും, ദെൻ എച്ചും വി ബി ഉൾപ്പെടെ രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടും. രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വി ബിയും എച്ചും കിട്ടത്തുള്ളൂ. അപ്പം മൊമെൻ്റ് അബൌട്ട് എ ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം യു ഡി എല്ലിൻ്റെ മൊമെൻ്റ് എഴുതണം, പിന്നെ എച്ചിൻ്റെ മൊമെൻ്റ് വേണം, വി ബിയുടെ മൊമെൻ്റ് വേണം. യു ഡി എല്ലിൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 30 ഇൻറ്റു L1 ഇൻറ്റു L1/2. അതായത് ഇതിൻ്റെ ഹാഫിലായിട്ടായിരിക്കും, ഈ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഹാഫിലാണ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ പോയിൻറ്റിന് അബൌട്ടായിട്ട് മൊമെൻ്റ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ആക്സിസിന് അബൌട്ടായിട്ട് മൊമെൻ്റ് പറയുമ്പം യു ഡി എല്ലിൻ്റെ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു L1 ഇൻറ്റു L1/2. അതായത് 30 ഇൻറ്റു L1/2/2. L1ന് വാല്യൂ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ മൈനസ് എച്ചിൻ്റെ മൊമെൻ്റ്. ദെൻ എച്ചിൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ? ക്ലോക്ക് വൈസ് ആണ്. ഈ പോയിൻറ്റിന് അബൌട്ട് നോക്കുമ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യും. അപ്പോൾ മൈനസ് എച്ച് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 5 ആണ്, ഇത്രയും ഡിസ്റ്റൻസ് 3. അപ്പം ബാക്കിയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 5, ഇത്രയും ഡിസ്റ്റൻസ് 3, ഈ 3. ബാക്കിയുള്ള ഡിസ്റ്റൻസ് അപ്പോൾ 2 വരും. മൈനസ് എച്ച് ഇൻറ്റു 2, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് മൈനസ് എന്ന് എഴുതി. ദെൻ വി ബിയുടെ മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ വരും. വി ബി ഇൻറ്റു ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 40 മൈനസ് വി ബി ഇൻറ്റു 40 ഈക്വൽ ടു 0. അപ്പം നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷൻസ് തൊട്ടോ സോൾവ് ചെയ്യുക. വി ബിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഇവിടെ. അങ്ങനെ വി ബി കണ്ടുപിടിക്കുക, എച്ചും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പം വി ബി ഈക്വൽ ടു 147.58 കിലോ ന്യൂട്ടൺ കിട്ടും. എച്ചിൻ്റെ വാല്യൂ എച്ച് ഈക്വൽ ടു 858.92 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പം വി ബിയും എച്ചും കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് വി എ കണ്ടുപിടിക്കാം. വി എ ഈക്വൽ ടു 528.02 കിലോ ന്യൂട്ടൺ കിട്ടും. ഇതാണ് വി എ, വി ബി, എച്ചിൻ്റെ വാല്യൂസ്. ഇനി അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ എന്താ? ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും 12 മീറ്റർ മാറിയിട്ട്, അപ്പം ഇവിടുന്ന് ഒരു 12 മീറ്റർ മാറി, ഇവിടെ L1ൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. L1ൻ്റെ ടോട്ടൽ ലെങ്ത് 22.5 ആണ്. അപ്പം ഇവിടുന്ന് ഒരു 12 മീറ്റർ മാറി ഒരു സെക്ഷൻ എടുക്കുക. ആ സെക്ഷന് ആർസിൽ കട്ട് ചെയ്യുന്ന പോയിന്റിനെ ഡി എന്ന് വിളിക്കുക. അപ്പം ഡിക്ക് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കണം, നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കണം, ദെൻ റേഡിയൽ ഷിയർ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. ഇതിനിടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചിരുന്നത്, ഇപ്പോൾ നമ്മൾ ഡിക്ക് അബൌട്ട് അല്ലെങ്കിൽ ആർസിൻ്റെ ഏതെങ്കിലും പോർഷൻ അബൌട്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ മൊമെൻറ്റ് 0 ആകത്തില്ല എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, മൊമെൻറ്റ് എപ്പോഴും 0 വരുന്നത് ഹിഞ്ച് സപ്പോർട്ടിന് അല്ലെങ്കിൽ ഹിഞ്ചസിന് അബൌട്ടായിട്ട് മാത്രമേ മൊമെൻറ്റ് 0 വരത്തുള്ളൂ. ഈ എയ്ക്കും സിക്കും ഇടയിലുള്ള പോർഷനിൽ മൊമെൻറ്റ് 0 വരില്ല. ആ ഒരു സ്പെഷ്യൽ കേസ് മാത്രമേ ഉള്ളൂ. പരാബോളിക് ആർച്ചിൻ്റെ കേസിൽ, പരാബോളിക് ആർച്ചിൽ യു ഡി എൽ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ സെക്ഷൻ്റെ എവിടെയും മൊമെൻറ്റ് വരുന്നത്. ബാക്കിയുള്ള കേസിൽ സെക്ഷൻ്റെ ഏത് പോയിന്റിലെടുത്താലും മൊമെൻറ്റ് 0 ആയിരിക്കത്തില്ല. ഏത് പോയിന്റിലെടുത്താലും മൊമെൻറ്റ് 0 വരുന്നത് കേബിളിന് മാത്രമാണ്, പിന്നെ ബാക്കിയുള്ള ഫ്യൂണിക്കുലർ സ്ട്രക്ചേഴ്സിന്. അപ്പം ഡിക്ക് അബൌട്ടായിട്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഡിക്ക് അബൌട്ടായിട്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യണം? മൊമെൻറ്റ് അബൌട്ട് ഡി. മൊമെൻറ്റ് അബൌട്ട് ഡിയുടെ ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ വൈയുടെ ഇക്വേഷൻ വേണം. അതായത് ഒരു ഡിസ്റ്റൻസ് എക്സ് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസിലുള്ള വൈയുടെ ഇക്വേഷൻ. അപ്പോൾ വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം, വൈ ഈക്വൽ ടു 4hx ഇൻറ്റു L മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ L². ഇനി വരുന്നൊരു കാര്യം, ഇത് ആർച്ചും രണ്ട് എൻഡും ഡിഫറെൻ്റ് ഹൈറ്റിലാണ്. അപ്പം എച്ചിൻ്റെയും എല്ലിൻ്റെയൊക്കെ വാല്യൂ എന്തോ ആയിരിക്കും എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു നമ്മളിപ്പോൾ ലെഫ്റ്റ് പോർഷനാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പോർഷൻ അങ്ങ് ഫുൾ ആർച്ച് ആയിരുന്നെങ്കിലുള്ള ഹൈറ്റും ലെങ്തും എത്ര എന്ന് വേണം കണക്കാക്കി എടുക്കാൻ. അതേപോലെ അതായത് ലെഫ്റ്റ് പോർഷൻ എടുക്കാൻ ഇപ്പോൾ കാരണം ഇവിടുന്ന് 12 മീറ്റർ മാറിയിട്ടുള്ള ഡിസ്റ്റൻസിൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ആർച്ചിൻ്റെ ലെഫ്റ്റ് ഈ സിയുടെ ലെഫ്റ്റ് സൈഡിലാണ് വന്നേക്കുന്നത്. ഇനി സിയുടെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ കണക്കാക്കേണ്ടിയിരുന്നെങ്കിൽ ഇത്രയും പോർഷനെ മാത്രം ഒരു ഫുൾ ആർച്ച്, അതായത് ഈ റൈറ്റിലുള്ള പോർഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ആർച്ച് കിട്ടിയേനെ. ആ ആർച്ചിൻ്റെ എൽ എത്ര വരും, എച്ച് എത്ര വരും എന്നുള്ള കാൽക്കുലേഷൻ വേണം ഈ വൈഡ് ഇക്വേഷൻ എഴുതാൻ. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടുന്നത്
ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 12 മീറ്റർ മാറിയിട്ടുള്ള ഇക്വേഷൻ മതി. അപ്പം സിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം ഈ ആർച്ച് കംപ്ലീറ്റ് വരത്തക്ക രീതിയിലുള്ള എല്ലിൻ്റെ വാല്യൂ എത്ര വരും? അപ്പം ഈ ആർച്ച് ഇങ്ങനെ കംപ്ലീറ്റ് വരുവാണെങ്കിൽ എൽ എന്ന് പറയുമ്പം ഈ ഡിസ്റ്റൻസിൻ്റെ ഇത്രയും കൂടെ വന്നേനെ, അതായത് L1-ൻ്റെ അത്രയും കൂടെ വന്നേനെ. L1-ൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? L1-ൻ്റെ വാല്യൂ 22.54 ആണ്. അപ്പം ഈ കേസിൽ എഴുതുന്ന എല്ലിൻ്റെ ഇക്വേഷൻ എന്ത് വരും? 2L1 എന്ന് വരും. അതുപോലെ എച്ചിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലെ റൈസ് എത്രയാണോ, അതായത് 5 മീറ്റർ ആണ്. അപ്പം ഈ കേസിൽ എച്ചിൻ്റെ വാല്യൂ 5 മീറ്റർ എന്ന് പറഞ്ഞ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് വൈയുടെ ഇക്വേഷൻ എഴുതാം. അപ്പം വൈക്ക് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ പരാബോള എഴുതുകയാണെങ്കിൽ 4Hൻ്റെ വാല്യൂ 5 എന്ന് കൊടുക്കാം. എക്സ് അതുപോലെ തന്നെ എഴുതുക. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 22.54 × 2, അതായത് 45.08 എന്ന് പറയും. ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 4 × Hൻ്റെ വാല്യൂ 5 × x × എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2L, അതായത് 45.08 - x/L², 45.08 അപ്പം ഇതാണ് പരാബോളയുടെ ഇക്വേഷൻ, ലെഫ്റ്റ് സൈഡിലുള്ള പരാബോളയുടെ ഇക്വേഷൻ. ഇനി ഡിക്ക് അബൌട്ടായിട്ട് മൊമെൻറ്റ് MD, അതായത് ഈ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൊമെൻറ്റ് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ മൊമെൻറ്റ് വേണം, VAയുടെ മൊമെൻറ്റ് വേണം, Hൻ്റെ മൊമെൻറ്റ് വേണം, ഇത്രയും പോർഷനിലുള്ള UDLൻ്റെ മൊമെൻറ്റ് വേണം. VAയുടെ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ VA × x. അപ്പം VA × x, VAക്കൊക്കെ വാല്യൂ ഉണ്ട്, ഞാനിപ്പം സിമ്പിൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ Hൻ്റെ മൊമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോയിൻ്റ് അബൌട്ടായിട്ട് മൊമെൻറ്റ് പറയുന്ന ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇത്. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് y എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, Hൻ്റെ വാല്യൂ അത് ഏത് ടൈപ്പ് ലോഡാണെങ്കിലും കേബിളിൻ്റെ രണ്ട് എൻഡും ഏത് രീതിയിൽ ഇരിക്കുകയാണെങ്കിലും ശരി, Hൻ്റെ വാല്യൂ സെയിം ആയിരിക്കും രണ്ട് സപ്പോർട്ടിലും. A എന്ന് പറയുന്ന സപ്പോർട്ടിലും B എന്ന് പറയുന്ന സപ്പോർട്ടിലും ഹൊറിസോണ്ടൽ റിയാക്ഷൻ സെയിം ആയിരിക്കും. അപ്പം Hൻ്റെ മൊമെൻറ്റ് എന്ന് പറയുമ്പം ലൈൻ ഓഫ് ആക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം അത് മൈനസ് വരും, -H × Hനൊക്കെ വാല്യൂ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വൈയുടെ ഇക്വേഷൻ തേണ്ട ഈ വൈയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാനിത് y എന്ന് തന്നെ എഴുതുന്നേ ഉള്ളൂ. ദെൻ UDLൻ്റെ മൊമെൻറ്റ്, അപ്പം ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് വരുന്നതുകൊണ്ട് UDLൻ്റെ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 30 × x × x/2. അപ്പം -30 x²/2. അപ്പം മൊമെൻറ്റിൻ്റെ ഇക്വേഷനായി. ഞാൻ MDയുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ കാരണം ലെഫ്റ്റ് സൈഡിലെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് നമുക്ക് MD അല്ല MX എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് വിചാരിച്ചു, അതായത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സിലുള്ള ഒരു ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പം മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റും. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എടുത്ത് 0 ഇക്വേറ്റ് ചെയ്യുക, അതായത് ∂mx/∂x = 0 അത് ചെയ്യുക. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സിനൊരു വാല്യൂ കിട്ടും, ആ വാല്യൂ എടുത്ത് ഈ ഇക്വേഷൻ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് MD കണ്ടുപിടിക്കാനാണ്. അപ്പം MDയിൽ എക്സിൻ്റെ വാല്യൂ എത്ര? x = ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 12 മീറ്റർ മാറിയിട്ട് 12 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 12 എന്ന് x = 12 എന്ന് പറയുന്ന വാല്യൂ ഈ വൈഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x = 12 എന്നുള്ള വാല്യൂ വൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് 12 അല്ല, സോറി 15 മീറ്ററാണ്. ക്വസ്റ്റിനകത്ത് ഞാൻ എപ്പോഴും 12 എന്ന് പറഞ്ഞാണ് പോയത്, 15 മീറ്ററാണ്. അപ്പം വൈയുടെ വാല്യൂ അറ്റ് x = 15 മീറ്റർ, y = 4.44 മീറ്റർ. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി, എക്സിൻ്റെ വാല്യൂ അറിയാം, ആ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഡിയിലുള്ള മൊമെൻറ്റ് കിട്ടും. അപ്പം ഡിയിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ MD = 740 kN വരും. 740 kN. ഇനി നമുക്ക് നോമിനൽ ഷിയറും എന്നും നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കണ്ടുപിടിക്കണം. നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ അറിയാം, N = V sin θ + H cos θ. ദെൻ ക്യൂവിൻ്റെ ഇക്വേഷൻ അറിയാം, V
കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. ദെൻ തീറ്റ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേടെ വൈഡ് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ദെൻ ഇതിനകത്തൊന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പം ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് ടാൻ തീറ്റ. അപ്പം ടാൻ തീറ്റ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനായിട്ട് 4 × 5 × ഈ എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അതിനകത്ത് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടും. ആ ടാൻ തീറ്റയുടെ വാല്യൂവിനകത്തും തീറ്റ കണ്ടുപിടിക്കുക. തീറ്റയുടെ വാല്യൂ 8.44 ഡിഗ്രി എന്ന് കിട്ടും. 8.44 ഡിഗ്രി. ആ വാല്യൂസ് എന്നിനകത്തും ക്യൂവിനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 861.25 കിലോ ന്യൂട്ടൺ എന്ന് വരും. ദെൻ ക്യൂവിൻ്റെ വാല്യൂ -48.3 കിലോ ന്യൂട്ടൺ വരും. then ഇതിനകത്ത് വി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെർട്ടിക്കൽ ഷിയറിൻ്റെ വാല്യൂ. ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് വെർട്ടിക്കൽ ഷിയർ കണ്ടുപിടിക്കണം. ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഏതൊക്കെ ഫോഴ്സ് വരുന്നത്? വി എന്ന് പറയുന്ന റിയാക്ഷൻ വരും. വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രം എടുത്താൽ മതി, വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രം. വി എന്ന് പറയുന്ന റിയാക്ഷൻ വരും. അതുകൂടാതെ ഇത്രയും പോർഷനിൽ ആക്ട് ചെയ്യുന്ന യു ഡി എല്ലും കൂടെ വരും. അപ്പം വിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? വി ഈക്വൽ ടു വി എ മൈനസ് ഡബ്ല്യു ഇൻറ്റു 15. അതായത് ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ 30 ആണ്. 30 ഇൻറ്റു കണ്ട് ഇത്രയും ഡിസ്റ്റൻസ് 15. അപ്പോൾ അതാണ് വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിയർ. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസേഴ്സ് കിട്ടും.